Hi everyone, I am Supriya B from Priya's Maths World. Welcome to my channel for math learning. Today I am going to discuss how to solve problems on continuity of plus 2 mathematics chapter 5. Plus 2 mathematics കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കണ്ടിന്യൂറ്റി, ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുന്നത്, എപ്പോഴാണ് ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്, ഇതിനെക്കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ഇത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇത് കാണേണ്ടത്, കാരണം അത് കണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്, എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത്. എ ഫംഗ്ഷൻ എഫ് എക്സ് or a real function f(x) is said to be continuous at a point x equal to a of its domain if f(x) is defined at x equal to a. അപ്പോൾ f(x) ആ വാല്യൂയിൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതുപോലെ ലിമിറ്റ് x tends to a f(x) exist, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് ലിമിറ്റ് x tends to a f(x) is equal to f of a, that means the value of the function at that point. അപ്പം ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ അതിൻ്റെ 3 ക്രൈറ്റീരിയ ആണ്. ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ ഡിഫൈൻഡ് ആയിരിക്കണം, അതുപോലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, അപ്പോൾ ആ ലിമിറ്റും ആ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റും ഈക്വൽ ആയിരിക്കണം. ഇങ്ങനെയാണ് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി ഡിസ്കണ്ടിന്യൂസ് ആവുന്ന എപ്പോഴാണ്, ഇതിലേതൊരു ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നമുക്ക് പറയാം, ഒരു ചില കേസിൽ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഇങ്ങനെ 2 കേസസ് വരുവാണെങ്കിൽ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് ഈക്വൽ ടു, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. ആ സമയത്ത് നമുക്ക് പറയാം എന്താ, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓർമ്മയിലിരിക്കുക. അപ്പം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു 2x² - 1 അറ്റ് എക്സ് ഈക്വൽ ടു 3. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് എക്സ് തന്നിട്ടുണ്ട് 2x² - 1. We have to check the continuity of the function at x equal 3. x equal 3 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യമേ ആ x equal 3 ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ f of 3 കണ്ടുപിടിക്കുക. 2 × 3² - 1. 3² is 9 times 2 18 minus 1 is 17. Therefore fx is defined at x equal to 3. x equal to 3 ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. ലിമിറ്റ് x tends to 3 f of x, that means limit x tends to 3 2 × 2x² - 1 ആണ്. അപ്പൊ നമ്മൾ എക്സിന് 3 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ 2 times 3² - 1 അത് 17 കിട്ടും. Therefore ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ലിമിറ്റ് x tends to 3 f of 3 ഈക്വൽ ആണോ, ഇവിടെ 2 വാല്യൂ സെയിം ആണ്, ഈക്വൽ ടു f of 3. Therefore we can say that fx is continuous at x equal to 3. x equal 3 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ക്ലിയർ ആയല്ലോ. അപ്പം ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ is the function f is defined by fx is equal to x if x less than or equal to 1, 5 if x greater than 1, continuous at x equal 0, x equal to 1, x equal to 2. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, and x equal to 0. at x equal to 0 നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പം x equal to 0 എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ x less than or equal to 1 x എന്നാണ് ഡിഫൈൻ. അപ്പോൾ 0 എന്ന് പറയുന്നത് x less than 1 ഉള്ള കേസാണ്. അപ്പോൾ നമുക്ക് f of 0 ആദ്യം കണ്ടുപിടിക്കണം. f of 0 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട്, x-ന് 0 കൊടുക്കുക, അപ്പോൾ 0 തന്നെയാണ്. f of 0 എന്ന് പറയുമ്പോൾ x less than 1 ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x എന്ന്. അപ്പോൾ 0 ലെസ് ദാൻ 1 വരുന്നതാണ്, അപ്പോൾ x എന്നാണ്. അപ്പോൾ x-ന് 0 കൊടുത്താൽ മതി. അപ്പോൾ fx is defined and then limit x tends to 0 f of x, that means limit x tends to 0
x. That is also 0. So limit exist ചെയ്യുന്നുണ്ട്. Therefore, limit x tends to 0, f of x is equal to f of 0. Therefore, we can say that fx is continuous at x equal to 0. X equal to 0 is ഇത് continuous ആണ്. ഇനി second case at x equal to 1. Second, മൂന്ന് പോയിന്റിൽ നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ x equal to 1. അപ്പൊ x equal to 1 എന്ന് എടുക്കുമ്പോൾ ഇവിടെ equal to 1 എന്നുണ്ട്, x less than ഉണ്ട്, x greater. അപ്പൊ രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഇത് ഡിഫൈൻ ചെയ്തിരിക്കുക. ഫംഗ്ഷൻ ലെസ് ദാൻ 1ലും ഗ്രേറ്റർ ദാൻ 1ലും അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു കേസേ ഉള്ളൂ. ലെസ് ദാൻ 1ൽ 0 എന്ന് പറയുന്ന കേസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1ലാണ് ഒരിടത്തെ ഒരു പ്രാവശ്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെ രണ്ട് കേസസ് വരുന്നുണ്ട്. നമുക്ക് അറ്റ് x equal to 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് f of 1 ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം x equal to 1 എന്ന കേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന x എന്നാണ്. അപ്പൊ f of 1 എന്ന് പറഞ്ഞാൽ എന്താ? x ന് 1 എന്ന് കൊടുക്കാം അല്ലെ? f of 1 is equal to 1, that is defined. So fx is defined at x equal to 1. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാല് ലിമിറ്റ് x tends to 1 minus f of x. 1 മൈനസ് എന്ന് പറഞ്ഞാൽ -1 കൂടെ കൊടുക്കുക എന്നുള്ള മീനിങ് അല്ല. പിന്നെ എങ്ങനെയാണ് ആ ലെസ് ദാൻ 1ൽ ഏത് ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് അവിടെ നമ്മൾ 1 കൊടുക്കുക. ദാറ്റ് മീൻസ് ലിമിറ്റ് x tends to ലിമിറ്റിൽ നമുക്ക് LIM എന്നും LT എന്ന് വേണമെങ്കിലും കൊടുക്കാം കേട്ടല്ലോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം LIM ലിമിറ്റ് x tends to 1. ഇവിടെ fx ലെസ് ദാൻ 1 ഡിഫൈൻ ചെയ്തിരിക്കുന്ന x എന്നാണ്, ഇവിടെ x നും അപ്പൊ 1 എന്നാണ് കിട്ടും അല്ലെ? x ന് 1 എന്ന് കൊടുക്കും. ഇനി RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ദാറ്റ് മീൻസ് ലിമിറ്റ് x tends to 1 plus f of x എന്ന് പറഞ്ഞാല് ഗ്രേറ്റർ ദാൻ 1ൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 5 എന്നാണ്. അപ്പൊ നമുക്ക് ലിമിറ്റ് x tends to 1 5 എന്നാണ്. കോൺസ്റ്റന്റ് ആകുമ്പോൾ നമുക്ക് ആ കോൺസ്റ്റന്റ് വാല്യൂ തന്നെയാണ് കിട്ടുന്നത് 5. ഇനി ഇവിടെ LHL 1 RHL 5. അപ്പൊ LHL നോട്ട് ഈക്വൽ ടു RHL എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിട്ട് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് x ഈക്വൽ ടു ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ LHL നോട്ട് ഈക്വൽ ടു RHL. Therefore we can say that fx is not continuous. fx is not continuous or fx is discontinuous എന്നാണെങ്കിൽ എഴുതാം. Not continuous at x equal to 1. അപ്പം 0യിൽ കണ്ടിന്യൂസ് ആണ്, 1ൽ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. Then next one more case is there, one more point ഇല്ലേ നമുക്ക് കണ്ടുപിടിക്കാം. x equal to 2 at x equal to 2. അപ്പൊ x equal to എന്ന് പറയുമ്പോൾ x greater than 1 എന്ന് പറയുന്ന കേസാണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 5 എന്നാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ യു വാണ്ട് ടു ഫൈൻഡ് ദ വാല്യൂ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ? അപ്പൊ f of 2 കണ്ടുപിടിക്കാം. f of 2 എന്ന് പറയുമ്പോൾ ഇവിടെ 5 നമുക്ക് ഏത് വാല്യൂ എടുത്താലും കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആകുമ്പോൾ ഏത് വാല്യൂവിനും അത് ആ കോൺസ്റ്റന്റ് തന്നെ കിട്ടും. അപ്പൊ ഇറ്റ് ഈസ് ഡിഫൈൻഡ്, ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് അറ്റ് x equal to 2. Then ഇനി ലിമിറ്റ് ഇവിടെ നമുക്ക് ഒരു കേസ് മതി, കാരണം greater than 1 2 എന്ന് പറയുന്ന greater than 1 അത് ഡിഫൈൻ for all values of x greater than 1 function is defined as 5. അപ്പൊ നമുക്ക് ആ ഒരു കേസ് മാത്രം എടുത്താൽ മതി. ലിമിറ്റ് x tends to 2 f of x means limit x tends to 2 5, that is 5 itself. അല്ലെങ്കിൽ തന്നെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. Therefore limit x tends to 2 f of x is equal to f of 2. Therefore fx is continuous at x equal to 2. അപ്പൊ നമ്മൾ 3 പോയിന്റ് തന്നതിൽ 2 എണ്ണം കണ്ടിന്യൂസ് ആണെന്ന് കണ്ടു, ഒരെണ്ണം ഡിസ്കണ്ടിന്യൂസ് അല്ലെങ്കിൽ നോട്ട് കണ്ടിന്യൂസ് എന്ന് പ്രൂവ് ചെയ്യും. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. That is over. Then pass on to the third question. Third question is find all points of discontinuity. ഇതിന്റെ 8 questions എല്ലാം 4 3 4 5 6 find all points of discontinuity എന്നാണ്. അപ്പൊ നമുക്ക് third questionലേക്ക് കടക്കാം. fx is defined as 2x plus 3 if x less than or equal to 2, 2x minus 3 if x greater than 2. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ x greater than 2
ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ലെസ് ദാനിലെയും നമുക്ക് കണ്ടുപിടിക്കണം, ഗ്രേറ്റർ ദാനിലെയും കണ്ടുപിടിക്കണം, ഈക്വൽ ടുവിലും കണ്ടുപിടിക്കണം. അപ്പം ഇഫ് എക്സ് ലെസ് ദാൻ 2 എന്നുള്ള കേസ് എടുത്തു. അപ്പോൾ ലെറ്റ് എ ബി എനി റിയൽ നമ്പർ, എ ബി എനി റിയൽ നമ്പർ, എനി റിയൽ വിച്ച് ഈസ് ലെസ് ദാൻ 2 എന്ന് എടുക്കുക. അപ്പോൾ ലെസ് ദാൻ 2 വരുന്ന ഏത് റിയൽ നമ്പർ വേണമെങ്കിൽ എടുക്കാം. നമ്മൾ ജനറൽ ആയിട്ട് എ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ 2നേക്കാൾ ചെറുതാണ് എന്ന് കൺസിഡർ ചെയ്തു. അപ്പൊ നമുക്ക് ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു ഫൈൻഡ് ദ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓർ നോട്ട്. അപ്പൊ നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എഫ് ഓഫ് എ എക്സ് ലെസ് ദാൻ 2 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 2x plus 3 എന്നാണ്. അപ്പൊ എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ 2 into a plus 3 that is 2a plus 3 for any value of a which is less than 2. a minus 1 കൊടുത്താൽ ഒരു വാല്യൂ കിട്ടും, 2 ഇങ്ങനെ ഓരോ ഏത് വാല്യൂ കൊടുത്താലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. Therefore is defined, fx is defined. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ്. ലിമിറ്റ് x tends to a f of x എന്ന് പറയുമ്പോൾ ലിമിറ്റ് x tends to a less than 2 will define ചെയ്തിരിക്കും 2x plus 3 എന്നാണ്. 2x plus 3 അവിടെ നമ്മൾ എക്സിന് ഏത് കൊടുക്കുമ്പോൾ 2a plus 3 എന്ന് കിട്ടും. അപ്പൊ ലിമിറ്റ് x tends to a f of x is equal to f of a. That means function ആ പോയിന്റിൽ ഡിഫൈൻഡ് ആണ്. For all values of x less than 2 function is defined, limit is exist. Then limit x tends to fx is equal to f of a. Therefore we can say that fx is continuous for all values of x less than 2. Less than 2 is continuous. Similarly, we can prove that it is continuous. അത് വേണമെങ്കിൽ അങ്ങനെ വേണേ എഴുതാം. എക്സ് ഗ്രേറ്റർ ദാൻ ഇത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കും ഇങ്ങനെയാണ്. അപ്പം എനി വാല്യൂ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 ഇല്ല നമ്മൾ ലെറ്റ് എ ബി എനി റിയൽ നമ്പർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 2 എന്നെടുക്കുമ്പോൾ അപ്പം എഫ് ഓഫ് എന്ന് പറയുന്നത് ഇവിടെ 2a minus 3 എന്നാണ് വരുന്നത് അല്ലേ. ഇനി ലിമിറ്റ് x tends to a f of x എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ x tends to a f of x എന്ന് പറയുമ്പോൾ 2x minus 3 ആണ്. ലിമിറ്റ് x tends to 3, x tends to a 2x minus 3 that is also 2a minus 3 എന്ന് കിട്ടും. Therefore limit and the value of the function are equal. Therefore fx is continuous for അപ്പോൾ നമുക്ക് ഒന്നിച്ചങ്ങ് എഴുതാം. ഇത് രണ്ടും കണ്ടിട്ട് fx is continuous for all values of x less than 2 and greater than 2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട at x equal to എന്ന് പറയുന്ന കേസ്. അപ്പൊ ഈ ഗ്രേറ്റർ ദാനിലും ലെസ് ദാനിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. Then we have to find whether it is continuous at x equal to 2. At x equal to എന്ന കേസ് വരുമ്പോൾ നമുക്ക് first of all we want to find the function is defined or not. f of 2 കണ്ടുപിടിക്കാം. ഈക്വൽ ടു 2ല് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 2x plus 3 എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം 2 into 2 plus 3 that is 7. So is defined. Function is defined at x equal to 2. Then ഇനി ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്ക് ലെസ് ദാനിന്റെ ഗ്രേറ്റർ ദാനിന്റെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ്. സോ LHL is equal to limit x tends to 2 minus f of x. 2 minus means the value of fx when x less than 2 എന്നാണ്. അവിടെ 2x plus 3 എന്നാണ്. That means limit x tends to 2x plus 3. 2 into 2 plus 3 that is 7. ഇനി RHL ഇവിടെ കണ്ടുപിടിക്കണമല്ലോ. RHL means limit x tends to 2 plus f of x. That means limit x tends to 2 plus എന്ന് പറഞ്ഞാൽ the value of function when x greater than 2 that is defined as 2x minus 3. അവിടെ നമുക്ക് 2x minus 3 ൽ x ന് 2 എന്ന് കൊടുക്കുക. 2 into 2 minus 3 that means 4 minus 3 is 1. Here LHL is 7, RHL is 1. So LHL not equal to RHL. Therefore we can say that what function is not continuous at or find all points of discontinuity. The only discontinuity of the function fx is at x equal to or x equal to is the only discontinuity of fx. The only point of discontinuity x equal to will മാത്രമേ ഇത് ഡിസ്കണ്ടിന്യൂസ് ആവുന്നുള്ളൂ.
ക്ലിയർ ആയില്ലേ? വളരെ എളുപ്പമല്ലേ? ഇതുപോലെ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂ എന്ന് പറയുന്ന കേസിൽ നിങ്ങൾ ലെസ് ദാനിലും ഗ്രേറ്റർ ദാനിലും പ്രത്യേകം ഡിഫൈൻ ചെയ്ത് പറയണം. അത് കാണിക്കണം, പ്രൂവ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. Pass on to the fourth question. Question number 5 is a homework for you. That is an assignment. This question is an assignment. Then next question is 4. Fx is equal mod x plus 3 if x less than or equal to minus 3, minus 2x if minus 3 less than x less than 3, 6x plus 2 if x greater than or equal to 3. ഇങ്ങനെ 3 കേസസ് വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ -3 ഇവിടെ വരുന്നുണ്ട്, 3 വരുന്നു. അപ്പൊ നമുക്ക് -3യും 3യിലും എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ലെസ് ദാൻ ഇപ്പൊ നമ്മൾ ചെയ്തു, ലെസ് ദാനിലും ഗ്രേറ്റർ ദാനിലും എല്ലാം നമുക്ക് ഡിഫൈൻഡ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ഫോർ, ഇവിടെ എക്സ് ഈക്വൽ ടു -3 എന്ന് പറഞ്ഞ കേസ് ആയിരുന്നു. ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ലെസ് ദാൻ -3 ആൻഡ് എക്സ് greater than or -3 less than x less than greater than -3 എന്ന് വേണമെങ്കിലും എടുക്കാം. അങ്ങനെയാണ് ഇത് ചെയ്യാം. അപ്പൊ ഇനി at x equal to 3 -3 ഡിഫൈൻഡ് ആണോ എന്ന് നോക്കാമല്ലോ. f of -3 എന്ന് പറയുന്ന കേസ് വരുമ്പോൾ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇത് mod x plus 3 എന്നാണ് അല്ലേ? mod -3 plus 3. mod -3 is positive, that is 3 plus 3 6 is coming. So fx is defined at x equal to -3 also. Defined is defined at x equal to -3 എന്ന് നമുക്ക് കണ്ടു അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ്. അപ്പൊ നമുക്ക് 2 കേസസ് ഉണ്ട്, ലെസ് ദാൻ 3യിലും ഗ്രേറ്റർ ദാൻ 3യിലും. സോ -3യിലും. അപ്പൊ LHL is equal to limit x tends to -3 minus f of x. അതായത് -3ക്ക് ലെസ് ദാൻ വരുമ്പോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? less than -3 equal to 3 mod x plus 3 ആണ്. So that means limit x tends to -3 mod x plus 3 എന്നാണ്. So -3 mod -3 plus 3 is 6. ഇനി RHL കണ്ടുപിടിക്കാമല്ലോ. limit x tends to -3 plus fx. That means -3ക്ക് മുകളിൽ വരുന്ന വാല്യൂസ്. അപ്പൊ അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന -3 ലെസ് ദാൻ x ഗ്രേറ്റർ ദാൻ -3 അങ്ങനെയാണ് -2x എന്നാണ്. ദാറ്റ് മീൻസ് ലിമിറ്റ് x ടെൻസ് ടു -3 -2x എന്നാണ് അല്ലെ? സോ -2 into x equal -3 6. So here LHL is equal to RHL. Therefore we can say that the function is defined or it is continuous at x equal to -3. fx is continuous at x equal to -3. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം അടുത്ത പോയിന്റ് 3 എന്ന് പറയുന്ന പോയിന്റിൽ ഇത് ഡിസ്കണ്ടിന്യൂസ് ആണോ അതോ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ ഈ ഫസ്റ്റ് പാർട്ട് ഇസ് ഓവർ. ദെൻ അറ്റ് x equal to 3 എന്നുള്ള കേസ് നമുക്ക് നോക്കാം. when x equal to 3 x equal to 3 equal to 3 6x plus 2 എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ we want to find f of 3 whether it is defined or not. അപ്പം f of 3 എന്ന് പറയുമ്പോൾ 6 into 2 plus 2 3 6 into 3 plus 2 that is 6 into 3 18 plus 2 is 20 is defined. Function is defined at x equal to 3. ഇനി നമുക്ക് ലിമിറ്റ് LHL ഇവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ട്. LHL ഉം RHL ഉം cos ലെസ് ദാനിലും ഗ്രേറ്റർ ദാനിലും ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ലിമിറ്റ് x tends to 3 minus f of x. 3 minus or for less than x which is defined as എന്താണ്? less than 3 x less than 3 ല് -2x ആണ്. So limit x tends to 3 -2x എന്ന് പറയുമ്പോൾ -2 into 3 that is -6 അല്ലേ? So RHL means limit x tends to 3 plus f of x. For x greater than 3 the function is defined as 6x plus 2. So we have to apply the limit in 6x plus 2. 6 into x is 3 plus 2 that is 20.
Here LHL is minus 6 and RHL is 20. That means LHL not equal to RHL. Left hand limit and right hand limit equal already. The function is discontinuous. So f of x is discontinuous at x equal to 3. ക്ലിയർ ആയില്ല? വളരെ എളുപ്പമല്ലേ? നമുക്ക് ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഒരു കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഒരു രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ, ഈ സൈൻ അല്ലെങ്കിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഇതുപോലുള്ള ഏത് പ്രോബ്ലം നമുക്ക് ഇതും അതുപോലെ തന്നെ കണ്ടുപിടിക്കാം. അസൈൻമെന്റ് ആണ്. So pass on to 6. fx equal to sin x by x if x less than 0, x plus 1 if x greater than or equal to 0. ഇപ്പൊ നമുക്ക് 0 എന്ന് പറയുന്ന കേസിലാണ്. 0ക്ക് ലെസ് ദാൻ ഗ്രേറ്റർ. അപ്പൊ അറ്റ് x equal to 0 കണ്ടിന്യൂറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്കണ്ടിന്യൂസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ f of 0 എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? sin 0. f of 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ ഈക്വൽ ടു കണ്ടു x plus 1 ആണ്. അപ്പം 0 plus 1 is 1 എന്നാണ്. That is defined. Function is defined at x equals 0. ഇനി ലിമിറ്റ് LHL കണ്ടുപിടിക്കാം. LHL is equal ലിമിറ്റ് x tends to 0 minus f of x. അപ്പൊ ലെസ് ദാൻ 0 f x ഡിഫൈൻ ചെയ്ത് sin x by x എന്നാണ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ 0 മൈനസ് പറയും 0 കൊടുക്കുമ്പോൾ sin 0 by 0 എന്നാണ്. അത് 0 by sin 0 വാല്യൂ sin 0 is 0 and 0 by 0 it is indeterminate form. ഇങ്ങനെ വരുന്ന കേസിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോമില് നമ്മൾ ഇത് ഡയറക്റ്റ് ചെയ്താൽ കിട്ടത്തില്ല. കഴിഞ്ഞ വർഷം പഠിച്ചിട്ടാണ് +1 ഡെറിവേറ്റീവ്സ് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് പഠിച്ചിട്ടുള്ളതാണ്. ഇത് ഈ രീതിയിലുള്ള പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ലിമിറ്റ് x tends to 0 മൈനസ് എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത് ലിമിറ്റ് x tends to 0 f of 0 minus h എന്ന് കൊടുക്കുക. മനസ്സിലായോ? അപ്പം that means 0 minus h is limit x tends to 0 f of minus h എന്നാണ്. എവിടെയാണിത്? ലെസ് ദാൻ കേസിൽ. ലെസ് ദാൻ കേസിൽ ഡിഫൈൻ ചെയ്തിട്ട് sin x by x എന്നാണ്. അപ്പൊ നമുക്കിവിടെ h tends to 0 മൈനസ് f of minus h എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് x tends to 0 sin മൈനസ് h, എക്സിന് പകരം മൈനസ് h കൊടുക്കുന്നു, ബൈ മൈനസ് h. അപ്പൊ ലിമിറ്റ് x tends to 0 sin മൈനസ് h is sin മൈനസ് തീറ്റ is മൈനസ് സൈൻ തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മൈനസ് സൈൻ h ബൈ മൈനസ് h, മൈനസ് മൈനസ് ക്യാൻസൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രിക് ലിമിറ്റ് ലിമിറ്റ് x തീറ്റ tends to or x tends to 0 sin തീറ്റ ബൈ തീറ്റ is equal to 1 എന്ന് പഠിച്ചിട്ടുണ്ട്. അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് x tends to 0 sin h by h is the value is 1 അല്ലേ? അപ്പൊ LHL അപ്പൊ ഇങ്ങനെ വരുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഇനി RHL കണ്ടുപിടിക്കുമ്പോൾ ഇതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ ഇപ്പൊ 0 പ്ലസ് h കൊടുക്കുമ്പോൾ x plus 1 ആണ്. നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. ലിമിറ്റ് x tends to 0 plus f of x here for greater than 0 x greater than 0 function is defined as x plus 1. അവിടെ ഡയറക്റ്റ് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. That is limit x tends to 0 x plus 1 that is 1. x ന് 0 ആകുമ്പോൾ 1 കിട്ടും. Here LHL is equal to RHL. ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് 0 പ്ലസ് എക്സ് എന്നാണെന്ന് പറഞ്ഞ് കൊടുക്കാം. പക്ഷെ ഇവിടെ ഇത്ര ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ ഇവിടെ LHL RHL ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x equal to 0. ഇതുപോലെ ഗ്രേറ്റർ ദാൻ 0 ഡിഫൈൻഡ് ആണ്, ലെസ് ദാൻ 0 ആണ്. അറ്റ് x equal to 0 എല്ലാം ഡിഫൈൻഡ് ആണോ എന്നാണ് നമ്മൾ ഇപ്പൊ ചെക്ക് ചെയ്തത്. അപ്പൊ അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k so that the function f is continuous at the indicated point. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ fx equal to kx square if x less than or equal to 3 if x greater than 2 at x equal, that means this function is continuous at x equal to 2. Then we have to find the value of k. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് ആണെങ്കിൽ it is defined for all values of x less than 2 greater than 2 and equal to 2. അപ്പോൾ നമുക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എല്ലാം കണ്ടിന്യൂസ് ആണെങ്കിൽ ഇതെല്ലാം ഈക്വൽ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം 7th ക്വസ്റ്റ്യൻ നമുക്ക് സിൻസ് fx is continuous at
x equal to 2. So f of 2 is defined. That means f of 2, the value of the function at x equal to 2 defined ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? kx square എന്നാണ്. അപ്പോൾ k into x square is 2 square. That is 4k. അപ്പോൾ 1 എന്ന് കൊടുക്കാം. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, k x square ആണ്. അപ്പോൾ LHS എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? LHS is limit x tends to 2 minus f of x. That means limit x tends to 2 kx square എന്ന് പറഞ്ഞാൽ എന്താണ്? 4k തന്നെയാണ് അല്ലേ? ഇനി നമുക്ക് RHS ഇത് രണ്ടും ഈക്വൽ ആയിട്ട്, ഇതെല്ലാം ഈക്വൽ ആയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇതെല്ലാം ഈക്വൽ ആണ്. അപ്പൊ x tends to 2 plus f of x is equal to എന്തായിരിക്കും? f of x greater than 2 ഇല്ല, ഫംഗ്ഷൻ ഡിഫറൻസ് ചെയ്തിട്ട് 3 എന്നാണ്. That is limit x tends to 2 3, that is 3, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അപ്പോൾ 3 തന്നെയാണ്. അപ്പൊ നമുക്കെന്ത് പറയാം? LHL is equal to RHL എടുക്കാമല്ലോ. ഈക്വൽ ടു വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് x equal to ഏതെങ്കിലും രണ്ടെണ്ണം കട്ട് ചെയ്താൽ മതി, രണ്ടിൽ ഒരു വല്ലേ. അപ്പൊ LHL എന്ന് പറയുന്നത് 4k ആണ്, RHL 3 ആണ്. 4k is equal to 3, therefore the value of k is 3/4. ഇത്രയുള്ള പിടിക്കാൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് LHL equal to RHL അത് ഇക്വേറ്റ് ചെയ്യാം. ഇനി ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതിനോട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഫംഗ്ഷൻ ആ പർട്ടിക്കുലർ വാല്യൂല് അത് ഇക്വേറ്റ് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ കെയുടെ വാല്യൂ 3 ആണ്. ഇത്രയോട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. fx is equal to 8th question, k cos pi minus pi minus 2 by pi minus 2x if x not equal to pi by 2 and 3 if x equal to pi by 2 at x equal to pi. That means this function is continuous at x equal to pi by 2. x equal to pi by 2 continuous ആണെങ്കിൽ എന്താണ്? ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വാല്യൂ ഓഫ് ഫംഗ്ഷൻ എല്ലാം ഈക്വൽ ആയിരിക്കും. അത് അങ്ങനെ അതിക്കേറ്റ് ചെയ്തോളൂ. നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്ക് ലെസ് ദാനും ആകാം ഗ്രേറ്റർ ദാനും ആകാം. ഈക്വൽ ടുവില് 3 ആണ്. അപ്പം 8th question, fx is continuous at x equal to pi by 2, that is given. ഇനി f of pi by 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? x equal to pi by 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? f of pi by 2 എന്ന് പറയുമ്പോൾ equal to pi by 2 3 ആണ് അല്ലേ? നമുക്ക് LHL RHL എന്ത് വേണം? ലിമിറ്റ് എടുക്കാം. രണ്ട് ഏതെങ്കിലും ആകാമല്ലോ, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എല്ലാം ഇങ്ങനെ തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ലിമിറ്റ് x tends to pi by 2 k cos pi by pi minus 2x k cos pi sorry the x ആണ് k cos x ഞാൻ എഴുതിയിട്ടുള്ള മിസ്റ്റേക്ക് k cos x by pi minus 2x. അപ്പൊ x pi by 2 ൽ ടെൻഡ് ചെയ്യുമ്പോൾ നോക്കിയേ ഇവിടെ k cos pi by 2 by നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. k into cos pi by 2 by pi minus 2 into pi by 2. നോക്കിയേ ഇവിടെ cos pi by 2 ന്റെ വാല്യൂ എത്രയാണ്? 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ k into 0 by pi minus pi 0 by 0 ഫോമാ വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്താൽ ലിമിറ്റ് നമ്മൾ ലിമിറ്റ് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? എക്സിസ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇൻഡിറ്റർമിനന്റ് ഫോം 0 by 0 ഫോം വന്നാൽ നമ്മൾ വേറെ രീതിയിലാണ് ഞാൻ എച്ച് അപ്ലൈ ചെയ്തിട്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് ലിമിറ്റ് h ടെൻസ് ടു 0. ഇപ്പൊ എക്സ് പൈ ബൈ 2 ടെൻഡ് ചെയ്യണം. അപ്പം h ടെൻസ് ടു 0 എടുക്കുവാണെങ്കിൽ നമുക്ക് പൈ പ്ലസ് പൈ ബൈ 2 പ്ലസ് h എന്ന് എടുക്കാം അല്ലേ? ലിമിറ്റ് k ഇൻറ്റു കോസ് പൈ ബൈ 2 പ്ലസ് h എന്ന് എടുക്കുക ബൈ പൈ മൈനസ് 2 ഇൻറ്റു പൈ ബൈ 2 പ്ലസ് h. ഇങ്ങനെ എടുത്താൽ എക്സ് പൈ ബൈ 2 ടെൻഡ് ചെയ്യുന്നത്. അപ്പൊ എക്സ് പ്ലസ് h എന്ന് പറയുമ്പോൾ എന്തിലാട്ടാ? അപ്പൊ h ടെൻസ് ടു 0 ആകുമ്പോൾ അത് പൈ ബൈ 2 പ്ലസ് h എന്ന് പറയുന്നത് h പൈ ബൈ 2 പ്ലസ് h. ഇതിൽ h 0 ടെൻഡ് ചെയ്യുമ്പോൾ പൈ ബൈ 2 തന്നെയാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ഈ രീതിയിൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് കണ്ടുപിടിക്കുന്നതിന്. അപ്പം നീ നോക്കിയേ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ 0 by 0 ഉള്ള ഫോമിനെ മാറ്റി വേറെ രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പൊ ഇവിടെ k ഇൻറ്റു cos pi by 2 പ്ലസ് എച്ച് എത്രയാണ്? cos pi by 2 പ്ലസ് എച്ച് മൈനസ് സൈനസ് മൈനസ് സൈൻ, കാരണം cos pi by 2 പ്ലസ് തീറ്റ മൈനസ് സൈൻ തീറ്റ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 k ഇൻറ്റു ഡിവൈഡ് ബൈ പൈ മൈനസ് 2 pi by 2. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 ഇൻറ്റു പൈ ബൈ 2 ക്യാൻസൽ പ്ലസ് മൈനസ് എച്ച് എന്ന് വരത്തില്ലേ? പൈയും പൈയും ക്യാൻസൽ 0, ബാക്കി മൈനസ് എച്ച് ആയിരുന്നു. അപ്പം k ഇൻറ്റു k ഇസ് എ കോൺസ്റ്റന്റ്, നമുക്ക് kക്ക് അപ്ലൈ ചെയ്തല്ല, ലിമിറ്റ് അപ്ലൈ ചെയ്ത ആവശ്യമില്ലല്ലോ. അപ്പൊ k ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് മൈനസ് ക്യാൻസൽ സൈൻ എച്ച് ബൈ എച്ച് എന്ന് വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഓർ ലിമിറ്റ് തീറ്റ ടെൻസ് 0 സൈൻ തീറ്റ ബൈ തീറ്റ ദ വാല്യൂ ഈസ് 1. അപ്പൊ ഇവിടെ ഇത്രത്തിന് 1 എന്ന് കൊടുക്കാം. k ഇൻറ്റു 1 ദാറ്റ് ഈസ് k അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. f of pi by 2 എന്ന് പറയുന്നു, ഇത് ലിമിറ്റ് എന്ന് പറയുന്നത് ഈക്വല. സിൻസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ലിമിറ്റ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി k ഈക്വൽ ടു 3. വാല്യൂ ഓഫ് k is 3. ഇവിടെ k by 2 ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ ഇവിടെ 2 വെച്ചുണ്ടല്ലേ? സോറി ഇവിടെ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇവിടെ 2 കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബൈ 2 ഉണ്ട്, അങ്ങനെ എഴുതി വന്നിട്ടുണ്ട്. k by 2 എന്നാണ്. k by 2 is equal 3 എന്നാണ്. k by 2 3 ആണെങ്കിൽ k is equal 6 എന്നാണ്. ഇതാണല്ലോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ ഒരു വിട്ടുപോയതാ, എന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ വാല്യൂ ഓഫ് k is 6. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിലൊക്കെ ഡയറക്റ്റ് 0/0 ഫോം വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? h ടെൻസ് ടു 0 ഇട്ടിട്ട് 0 മൈനസ് f of 0 മൈനസ് h എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റുക. The last question is find the value of k, value of a and b, not k, so that fx equal to 5 if x less than or equal to x plus b, 2 less than x less than 10, 21 if x greater than or equal to 10 is a continuous function. ഇവിടെ at x equal to എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് രണ്ട് ക്വസ്റ്റ്യൻ. പക്ഷെ ഇവിടെ അങ്ങനെ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് കണ്ടാൽ മനസ്സിലാകാം ഏതൊക്കെ വാല്യൂസിലാണ് ഇത് കണ്ടിന്യൂസ്. ഇവിടെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. വിച്ച് ആർ ദ പോയിന്റ്സ്? ഇവിടെ നോക്കിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാം. ലെസ് ദാൻ ഈക്വൽ ടു തന്നിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ 2 തന്നിട്ടുണ്ട്, ലെസ് ദാൻ 10 തന്നിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് പോയിന്റ്സിൽ ഇത് കണ്ടിന്യൂസ് ആണ്. ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് fx ഈസ് കണ്ടിന്യൂസ് അറ്റ് x equal to 2 and x equal to 10. അപ്പൊ നമുക്ക് രണ്ടിലെ കണ്ടുപിടിക്കണം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ at x equal to 2 കണ്ടുപിടിക്കാം. f of 2 എന്ന് പറയുമ്പോൾ since it is continuous at x equal to f of 2 is defined, that is equal to ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 5 എന്നാണ്. ഇനി ലിമിറ്റ് x tends to ലെസ് ദാനിലും ഗ്രേറ്റർ ദാനിലും ഉണ്ട്. ലെസ് ദാൻ എടുക്കുമ്പോൾ ഇത് 5 തന്നെയാണ്. വീണ്ടും അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് റൈറ്റ് സൈഡിൽ എടുക്കാം. റൈറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് ടെൻസ് ടു 2 പ്ലസ് എടുക്കാം. f of x ഗ്രേറ്റർ ദാൻ 2 എടുത്താൽ മതി. എന്നാലും നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എയും ബിയും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ 2 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ax പ്ലസ് ബി. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ax പ്ലസ് ബി ആണ് അല്ലേ? ഇവിടെ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ 2 കൊടുക്കുമ്പോൾ ഇത് 2a × 2a പ്ലസ് ബി എന്ന് വരും. അപ്പൊ ഇവിടെ ഇത് രണ്ടും കൂടി ഇക്വേറ്റ്, കാരണം സിൻസ് fx is continuous at x equal to 2, this limit and the value of the function is equal. So 2a plus b is equal to 5. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി x equal to 10 കേസ് എടുക്കാം. കാരണം ഇവിടെ രണ്ടും വേരിയബിൾ ഉള്ളതുകൊണ്ട് ഒരു ഇക്വേഷൻ മാത്രം നമ്മളൊക്കെ ഈക്വൽ ടു കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. രണ്ട് വേരിയബിൾ ഉള്ളത് നമുക്ക് രണ്ട് ഇക്വേഷൻ വേണം. സോ x equal to continuous at fx is continuous at x equal to 10 തന്നിട്ടുണ്ട്. സോ f of 10 നമുക്ക് കണ്ടുപിടിക്കാം. ഈക്വൽ ടു 10 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 21 എന്നാണ്. സോ 21. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ അതുപോലെ ഗ്രേറ്റർ ദാൻ 10 21 ആണ്. അപ്പൊ ആ കേസ് എടുക്കേണ്ട ആവശ്യമില്ല, അത് ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ലെസ് ദാൻ 10 എടുത്താൽ മതി. അപ്പൊ ലെസ് ദാൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് 10 മൈനസ് എടുക്കുക. f of x ഈക്വൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 ലെസ് ദാൻ 10 ഇത് ax പ്ലസ് ബി എന്നാണ്. അപ്പൊ എക്സിന് 10 എന്ന് കൊടുക്കുമ്പോ 10a പ്ലസ് ബി
which is equal to 21 അല്ലേ? Since it is continuous, equation number 2. അപ്പോൾ നമുക്ക് 10a plus b equal to 21 ഉം 2a plus b is equal to 5 ഉം 1 and 2 സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന് നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ബി എടുത്താൽ നമുക്ക് പോകും. മൈനസ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരു മൈനസ് ഇട്ട് ആഡ് ചെയ്താൽ മതി. 10 minus 2a 8a, b minus b 0, 21 minus 5 is 16. So a is equal to 16 by 8, that is 2. ഇനി ഈ വേയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഇതാണ് ചെറിയ ഇക്വേഷൻ, നമുക്ക് അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2a plus b equal to 5. 2 into a എന്ന് പറയുമ്പോൾ 2 plus b is equal to 5. For 4 plus b is 5. So b is equal to 5 minus 4, that is 1. So a is equal to 2, b is equal to 1 are the values of a and b for which this function is continuous at x equal to 2 and 10. അപ്പോൾ നേരത്തെ ഞാനൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നിട്ടുണ്ട്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സസൈസിൽ നിങ്ങൾക്ക് വേറെ ഉണ്ട്. കാരണം അത് നിങ്ങൾ നോക്കി പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഈ കണ്ടിന്യൂ എന്നുള്ള പോർഷനിലെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എല്ലാ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ് ഇത് പഠിക്കേണ്ടത്. ഇതിൽ മാത്രമേ ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഇനി അടുത്ത ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇനി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അടുത്ത് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം കുറച്ച് പഠിച്ചിരുന്നു. ഇപ്പോൾ ഈ വർഷം നമുക്ക് വളരെ കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്കാണ്. മുകളിൽ ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോഴും എൻട്രൻസ് എക്സാമിനും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു പോകണം. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നമുക്കൊരു ഷോർട്ട് ബ്രേക്ക്. ബൈ ബൈ.